ദിലീപിൻ്റെ ഈ കോടതി വിധി, അതായത് അദ്ദേഹത്തെ വെറുതെ വിട്ടു എന്നുള്ള കോടതി വിധി വന്നപ്പോൾ നമുക്ക് വേറൊരു വിവാദമായ വിഷയം കൂടി ഉണ്ടായിട്ടുണ്ട്. അതായത് അദ്ദേഹത്തിൻ്റെയും 2 പ്രതികളെയും വെറുതെ വിടുമെന്ന് ജഡ്ജി മുൻകൂട്ടി തീരുമാനിച്ച് വിധി എഴുതിയെന്നുള്ള റൂമക്കത്ത് ആരോ സ്പ്രെഡ് ചെയ്തിരിക്കുന്നു. ഇതിന് പിന്നിൽ നമുക്ക് അറിയേണ്ട കാര്യം വെച്ചാൽ, സ്വാഭാവികമായും ഇതിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ദിലീപിന് ശത്രുക്കൾ അത് പണ്ട് ഗൂഢാലോചന നടത്തിയ അതേ ഗൂഢാലോചന വീണ്ടും ഒന്നുകൂടി ആവർത്തിക്കാൻ വേണ്ടി, പുതിയൊരു ഗൂഢാലോചന നടത്താൻ വേണ്ടി ഇങ്ങനൊരു കത്തയച്ചാണ് സാധ്യതയുള്ളൂ. കാരണം കോടതിയിൽ പോയാൽ നമുക്കറിയാൻ പറ്റും, കോടതിയിലെ വാദങ്ങൾ കേട്ട് കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും ഈ കോൺസ്പിറൻസി നടത്തിയ ആൾക്കാരൊന്നും ശിക്ഷിക്കാൻ സാധ്യതയില്ല, മനസ്സിലായിട്ടുണ്ടാകും. അത് കോടതി എന്ന വക്കീലിനോ അല്ലെങ്കിൽ ക്ലർക്കിനോ അല്ലെങ്കിൽ ഒരു സ്റ്റാഫിനോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരാൾക്കോ കോടതി വാദം കേട്ട് മനസ്സിലാക്കാൻ പറ്റുന്ന ഏതെങ്കിലും ആൾക്ക് അത് സ്വാഭാവികമായിട്ടും മനസ്സിലാക്കാൻ പറ്റും ഈ പ്രതികളൊന്നും വിട്ടുപോകാൻ സാധ്യതയുണ്ടെന്ന്. അങ്ങനെ കേട്ട ശേഷം സ്വാഭാവികമായിട്ടും ഇങ്ങനെ ഊമക്കത്ത് എഴുതിക്കൊണ്ട് അഥവാ ഇവരെ 3 പേരും വെറുതെ വിട്ടുപോയാൽ അല്ലെങ്കിൽ ദിലീപിനെ വെറുതെ വിട്ടുപോയാൽ ഇങ്ങനൊരു വാദം കൂടി പറഞ്ഞിട്ട് ജഡ്ജിനെ കുറ്റപ്പെടുത്തിക്കൊണ്ട് സംസാരിക്കാമല്ലോ. ഇതാണ് അവർ ഉദ്ദേശിച്ചത്. ഇവർ പറഞ്ഞ ജഡ്ജിൻ്റെ വിധി വരുന്ന മുമ്പ് തന്നെ ഒന്നുകിൽ പണം കൊടുത്തോ അല്ലെങ്കിൽ സ്വാധീനിച്ചോ ചെയ്തെന്നാണ് ഇവരെ വാദം ഉണ്ടാവുക. അറിയില്ല അങ്ങനെ ആയിരിക്കുമല്ലോ ഊമക്കത്ത് അയച്ചത്. ഇങ്ങനെ വരുന്നതിന് ഉദ്ദേശം അതല്ലേ. അങ്ങനെ അഥവാ ബൈ ചാൻസ് വെറുതെ വിട്ടാൽ, ഈ ദിലീപിനെ വെറുതെ വിട്ടാൽ അതിന് പിന്നാലെ വീണ്ടും വിവാദമുണ്ടാക്കി വീണ്ടും ഇയാളെ കൊടുക്കാനുള്ള വഴിയാണ് എടുത്തത്. ദിലീപിനും അയാൾ ആരാധകർക്കൊന്നും അല്ലെങ്കിൽ അയാൾ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാർക്കൊന്നും ഇങ്ങനെ ഊമക്കത്ത് എഴുതേണ്ട ആവശ്യമില്ലല്ലോ. അപ്പോൾ അദ്ദേഹം ശത്രുക്കളായിരിക്കും എഴുതിയിട്ടുണ്ടാവുക. ഈ ശത്രുക്കളായിരിക്കാം മുമ്പത്തെ ഗൂഢാലോചനയിലും പങ്കുണ്ടാവുക. അപ്പോൾ അത് വിജയിപ്പിക്കാൻ വേണ്ടിയുള്ള പരിപാടിയെ മുമ്പോട്ട് പോകാൻ വേണ്ടിയായിരിക്കാം ഇതൊക്കെ ചെയ്തിട്ടുണ്ടാവുക എന്ന് തോന്നുന്നു. അതുകൊണ്ട് ദിലീപ് സൂക്ഷിക്കേണ്ടത്, ഇപ്പോൾ ദിലീപ് ശത്രുക്കൾ ശക്തരാണ്. ഇവരുദ്ദേശിക്കുന്നത് കോടതിയെ അപമാനിക്കുക, നീതിന്യായ വ്യവസ്ഥയെ താറുമാറാക്കുക. ഇങ്ങനെ ഊമക്കത്തയച്ച് കോടതി വെറുതെ വിട്ടാൽ അതൊരു വിവാദമുണ്ടാക്കുക. വിവാദമുണ്ടായിക്കഴിഞ്ഞ ശേഷം അത് കോടതിയെ അപമാനിക്കുക, കോടതി ജുഡീഷ്യൽ സംവിധാനത്തെ തെറ്റിദ്ധരിപ്പിക്കുക, ജഡ്ജിനെ പറ്റിയ അപവാദം പറയുക. ഇതിനൊക്കെ സാധ്യതയുള്ള കത്താണിത്. അപ്പോൾ ആ ഒരു ഗൂഢാലോചന ഇപ്പോഴും ഇയാളുടെ മുമ്പിലുണ്ട്, ഇയാൾക്കെതിരെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് എന്ന് മനസ്സിലാക്കണം നമുക്ക്. ഈ ഗൂഢാലോചനയോട് ഒരു കാര്യം എനിക്ക് പറയാനുള്ളത്, ഇന്ത്യ ഒരു ജനാധിപത്യ രാജ്യമാണ്. ആ ജനാധിപത്യ രാജ്യത്തിൻ്റെ നട്ടലാണ് ജുഡീഷ്യറി. നിങ്ങൾ കണ്ട ഓരോ എഴുത്തും അതിലെ ഓരോ അക്ഷരങ്ങൾക്കും നിങ്ങൾ കോടതി കുറ്റപ്പെടുത്തുന്നുണ്ടെങ്കിൽ അത് കോടതിയെ മാത്രമല്ല ഈ നാട് ജനാധിപത്യ വ്യവസ്ഥയും നീതിന്യായ വ്യവസ്ഥയും മൊത്തം അത് തകർക്കപ്പെടാൻ സാധ്യതയുണ്ട്. നിങ്ങൾ ആരായാലും ശരി, അത് ശരിയല്ല.